യെസ് കം ഇൻ. ആ വാവുദേ, ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? എന്നാ പിന്നെ വേഗം കുളിച്ച് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഫോൺ ചെയ്തപ്പോൾ ബേബിക്കുട്ടൻ തിരക്കഥയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. താൻ ആദ്യം കുളിക്ക്, നമുക്ക് സംസാരിക്കാം. കുളിയല്ലല്ലോ പ്രധാനം. ഉദയൻ ആദ്യം എഴുതിയ തിരക്കഥ വായിച്ചു കേട്ടപ്പോൾ അറിയാമായിരുന്നു ഷുവർ ബെറ്റാണ്. ഇത് അവാർഡുകൾ കിട്ടുമായിരിക്കും, പക്ഷേ അതല്ലല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അവാർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ഈ കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? എന്ന് വെച്ച് മിമിക്രി കാണിച്ച് മലയാള സിനിമയെ കുളം തോണ്ടാനും ഞാനില്ല. അതൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല, പക്ഷേ ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. ഏതാളുകളെ? ഞാൻ തർക്കിക്കുകയല്ല. ഞാൻ തർക്കിക്കുകയാണ്. സിനിമ കാണുന്നവരെ നിങ്ങൾ നിർമ്മാതാക്കൾ വില കുറച്ച് കാണുകയാണ്. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകളെടുത്ത്. അതുകൊണ്ടാണ് അവർ മിമിക്രിക്ക് കൈയടിക്കുന്നത്. മനസ്സിലായോ? നല്ല ചിത്രങ്ങളിലേക്ക് അവർ തീർച്ചയായും മടങ്ങി വരും. വന്നാൽ കൊള്ളാം. നമ്മൾ അതും ഇതും പറഞ്ഞു വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പ്രസാദ് എന്തിൻ്റെ ഇപ്പം തീരെ മാർക്കറ്റില്ല. അപ്പോ അല്ല, സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നാണല്ലോ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണല്ലോ ചൊല്ല്. ചാടിക്കടിക്കാൻ വരരുത്. സരോജ് കുമാറിനെ നായകനാക്കിയാൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകും. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുകയാണ്. ഇതുള്ളിലുള്ളത് കൊണ്ടാണ് ബേബിക്കുട്ടൻ ആദ്യം തിരക്കഥയെ ഒന്ന് വിമർശിച്ച് നോക്കിയത്. അയ്യോ അതല്ല, ഇക്കാര്യം ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു യാത്ര ഒഴിവാക്കാമായിരുന്നു. ഫർഗെറ്റ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറുകെട്ടവനെ പിടിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കലാണോ? ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്റെ അഭിമാനവും മനസാക്ഷി അടിയറ വെക്കലാണോ? പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. 1 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും പണം ഇട്ടോളാം. ആദ്യ സിനിമയ്ക്ക് വേണ്ടി ബേബിക്കുട്ടൻ എനിക്ക് തന്ന അഡ്വാൻസ്. ഇത് വാങ്ങൂ. ഉദയ, നമ്മൾ തമ്മിൽ എങ്ങനെ? സൗഹൃദം വേറെ, സിനിമ വേറെ. ഞാൻ അറിഞ്ഞു. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്? എന്റെ 7 പടങ്ങളല്ലേ വരിയായി സൂപ്പർ ഹിറ്റായത്. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അവർ കല്ലെറിയുക മാത്രമല്ല, എന്റെ പടം ഓടുന്ന തിയേറ്ററുകളിൽ കാശ് കൊടുത്ത ആളുകളെ കയറ്റി കൂവിക്കുകയുമാണ്. പക്ഷെ പ്രശ്നമില്ല, എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. താങ്കളുടെ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലോ. പേരുകളൊന്നും ഓർമ്മയിലില്ല. സംവിധായകൻ ആരൊക്കെയാണ്? ആര് സംവിധാനം ചെയ്താലെന്താ, ഞാനല്ലേ അഭിനയിക്കുന്നത്. എന്റെ ആരാധകർക്ക് 2.5 മണിക്കൂർ നേരെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കണം, കൂളിംഗ് ഗ്ലാസുകൾ മാറ്റി മാറ്റി വെക്കണം, 2-3 നായികമാര് എന്നെ ഇങ്ങോട്ട് പ്രേമിക്കണം. അല്ലാതെ സംവിധായകനാര് എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. രണ്ട് ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീർപ്പ് മുട്ടി. പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ കഥാപ്രസംഗം നടത്തി എന്റെ തൊണ്ടയിലെ വെള്ളവും പറ്റി. എന്തെങ്കിലും ശരിയായോ? എവിടെ? ബേബിക്കുട്ടനുമായി പിണങ്ങി എന്തിനാ ഉദയേട്ടാ? പിണങ്ങാനോ? ആര് പറഞ്ഞു? ബേബിക്കുട്ടൻ ഇവിടെ വിളിച്ചു, അഡ്വാൻസ് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് പിണക്കാണോ?
കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് രാജപ്പൻ അഭിനയിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയാ ബേബിക്കുട്ടൻ പറയുന്നേ. മധു, ബേബിക്കുട്ടൻ മാത്രമല്ല, ഞാൻ കഥ പറഞ്ഞ എല്ലാ വഷളന്മാരും അത് തന്നെ പറയുന്നത്. പടം ചെയ്തില്ലെങ്കിൽ ആരും തലവെട്ടി കളയൊന്നുമില്ലല്ലോ. കള്ളൻ രാജപ്പൻ എൻ്റെ പടത്തിൽ നായകൻ. ആ, ഞാൻ അയാളുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കായിരുന്നു. നല്ല രസാ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടറോ കലക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമായിരുന്നു. കലയോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും ഞാൻ 1ാം റാങ്കുകാരനായിരുന്നല്ലോ. പിന്നെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻ. അപ്പോൾ സരോജ് സർ ഒന്ന് ഓഫ് ചെയ്യും മധു, ചുമ്മാ വഷളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഇയാളുടെ സിനിമയേക്കാൾ രസം ഇതാ. ദേഷ്യം കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാണൂ ഉദയേട്ടാ. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവതരിപ്പിക്കാൻ വളരെ ആഗ്രഹമുള്ള ഡ്രീം ക്യാരക്ടർ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? ഉണ്ടല്ലോ. ഏതാണത്? കർണൻ, പിന്നെ അർജുനൻ, നെൽസൺ മണ്ടേല, ഗാന്ധിജി. നടൻ പ്രസാദ് ചന്ദ്രനും കർണനായിട്ട് അഭിനയിക്കണമെന്ന് പറയാറുണ്ട്. കർണനായിരിക്കില്ല ഈ കർണൻ. അപ്പൊ ഗാന്ധിജിയും വേറെ ഗാന്ധിജി ആയിരിക്കും. സരോജ് കുമാർ ചെയ്യുമ്പോൾ എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലോ. ഉദയഭാനു എന്ന് പറയുന്ന ഒരാളിന്റെ തിരക്കഥ മോഷ്ടിച്ചിട്ടാണ് താങ്കൾ ആദ്യ സിനിമയിൽ നായകനായതെന്ന് കേട്ടിട്ടുണ്ട്. ഞാനോ? തിരക്കഥ മോഷ്ടിക്കാനോ? അതിരിക്കട്ടെ, ആരാണ് ഈ ഉദയഭാനു? അങ്ങനെ ഒരു പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഉദയഭാനു തകഴിയെ പോലെ MT പോലെ പേരെടുത്തൊരു എഴുത്തുകാരനാണോ? ഒരു ഉദയഭാനു. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ കയ്യിലാണ് ഇപ്പൊ മലയാള സിനിമ. ഉദയേട്ടൻ നാട് ഓടുമ്പോ നെടുക ഓടാൻ എന്നെ കിട്ടില്ല. ബേബിക്കുട്ടിന് കൊടുത്ത ചെക്ക് ഹോണർ ചെയ്യാൻ അക്കൗണ്ടിൽ പണമുണ്ടോ? കഴിഞ്ഞ മാസത്തെ വാടക കൊടുക്കാൻ ഉദയേട്ടൻ പെട്ട പാട് ഞാൻ കണ്ടതാ. ഉദയേട്ടന്റെ ഇഷ്ടത്തിന് പടമെടുക്കാൻ തയ്യാറുള്ളൊരു നിർമ്മാതാവ് എപ്പോഴെങ്കിലും വരുമായിരിക്കാം. പക്ഷെ അതുവരെ ഇതൊക്കെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അകത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവില്ലേ? ഭാസ്കരേട്ടാ, ആളെ കണ്ടുകിട്ടാനില്ലല്ലോ. ഞാൻ ഒരു ദിവസം വിളിച്ചിരുന്നു. ഉദയ നാട്ടിൽ പോയിരുന്നല്ലേ? അതെ, ഭാസ്കരേട്ടന് തിരക്കുണ്ടോ? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല, പറഞ്ഞോ. KC ഗ്രൂപ്പിന്റെ MD ജോസഫ് ചെറിയാനുമായി ചേട്ടനിപ്പോ കണക്ഷൻ ഉണ്ടോ? അയ്യോ, അയാളൊക്കെ ഇപ്പൊ വലിയ പുള്ളിയല്ലേ. സിറ്റിയിൽ മാത്രം 5ഓ 6ഓ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആള് നല്ലവനാ. പക്ഷെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി നാളായി. എന്താ കാര്യം? എൻ്റെ സിനിമ അടുത്തൊന്നും നടക്കുന്ന ലക്ഷണമില്ല. പഴയതുപോലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പരിചയത്തിലുള്ള ആർക്കും അടുത്തൊന്നും സിനിമകളുമില്ല. ഞാനിപ്പോൾ തനിച്ചല്ലല്ലോ. ജോസഫ് ചെറിയാനോട് പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി. റെസ്റ്റോറൻറ്റിലോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔട്ട്ഡോർ കേറ്ററിംഗ് അങ്ങനെ പല സംഗതികളും ഉണ്ടത്രേ. തനിക്കതൊക്കെ ശരിയാവോ ഉദയ? ശരിയായേ പറ്റൂ. എങ്കിൽ വാ, ഇതൊന്നും പിന്നത്തേക്ക് നീട്ടി വെച്ചിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ വിളിക്കായിരുന്നില്ലേ? മധു കുളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മറന്നുപോയല്ലോ, എനിക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ രാവിലെ തന്നെ കുടിച്ചു. നോക്കിയപ്പോ ഉദയേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് ഡിസ്കഷന് പോകുന്നില്ലേ? ഡിസ്കഷനോ? എന്തിന്റെ? അത് കൊള്ളാം. എന്നും രാവിലെ കുളിച്ച് റെഡിയായി സിനിമാ കഥ ചർച്ച ചെയ്യാൻ പോകുന്ന ആളാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ എന്ത് ഡിസ്കഷൻ എന്ന്? ഓ അതോ? ആ കഥ വഴിമുട്ടി നിൽക്കുക മധു. എന്തു പറ്റി?
യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ് അയാൾ. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായാൽ കഥയൊക്കെ ശരിയാവും ഉദേട്ട. ഉദേട്ടം വല്ലാതെ മൂഡ് ഓഫ് ആണെന്ന് തോന്നിയിരുന്നു. വെളിച്ചെണ്ണ തീർന്നോ, സോപ്പ് വാങ്ങണോ എന്നൊക്കെ അല്ലാതെ എന്നോട് സംസാരിക്കുന്നത് തന്നെ അപൂർവം. ഇതാണ് കാരണമെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. തൽക്കാലമുള്ള തടസ്സങ്ങളെല്ലാം തീരും. എനിക്ക് ഉറപ്പാ ഉദേട്ടൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറും. എനിക്കിപ്പോൾ ആ പ്രതീക്ഷയില്ല. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. ഉം. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കണം? അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് മധു തന്നെ ആയിരുന്നല്ലോ. അത് മോശം വേഷങ്ങളിൽ അഭിനയിച്ച് മടുത്തിട്ടല്ലേ? ഇപ്പൊ നല്ല വേഷത്തിന് ആരെങ്കിലും വിളിച്ചോ? വിളിക്കാത്തത് ഞാൻ അഭിനയം നിർത്തിയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിലും നല്ലതും ചീത്തയൊന്നും നോക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എത്ര ചിത്രങ്ങളാ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നത്. പെട്ടെന്നാണല്ലോ മധുവിന് തിരിച്ചറിവുണ്ടായത്. ഈ ചെറിയ ജീവിതം മടുത്തു അല്ലേ? ആരാധകർ, സ്തുതിപാഠകർ, ആജ്ഞാനുവർത്തികൾ, വർണ്ണശബളമായ ആ ലോകത്തു നിന്നുള്ള വീഴ്ചയുടെ വേദന ഇപ്പോഴാണ് അറിയുന്നത്. ഉദയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ ജീവിതം നമ്മുടെ രണ്ടുപേരുടെയാണ്. അതിൽ എന്റെ പങ്ക് ഞാൻ ചെയ്യണ്ടേ? ഓ, അതുകൊണ്ടാണ്, അല്ലാതെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടല്ല. തുല്യ പങ്ക് വഹിക്കാൻ. തെളിച്ചു പറഞ്ഞാൽ എന്റെ മാത്രം വരുമാനം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മധു ഭയപ്പെടുന്നു. തിരക്കഥ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. വേറെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് മധു എനിക്ക് പറഞ്ഞു തരൂ. ഇഷ്ടമില്ലാത്ത സീൻ അഭിനയിക്കാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഇപ്പം നല്ല വേഷവും ചീത്ത വേഷവും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. അതും ഇപ്പോൾ വേണ്ട. ഞാൻ വലിയൊരു സംവിധായകനായി കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മധു ജോലിക്ക് പോയാൽ അതെൻ്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളർത്തുകയുള്ളൂ. ഉദയേട്ടൻ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല. ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഉള്ളിൽ കടന്ന് നീറുന്നത് മുഴുവൻ പുറത്തേക്ക് വലിച്ചിടരുത് മധു. ഇങ്ങനെ ആർഗ്യുമെന്റിന് വരാതെ കുറച്ച് സ്വൈര്യം തരൂ. ആർഗ്യുമെന്റിന് ഞാൻ വന്നില്ലല്ലോ, അഭിപ്രായം ചോദിച്ചു. ഇതാണ് ആർഗ്യുമെന്റ്. ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്. നല്ല കീറാണല്ലോ. എത്രണ്ണമായി? വരുമ്പോഴേ ഞാൻ കണ്ടു. പിന്നെ ചുമ്മാ നിങ്ങളുടെ പ്രൈവസി കയറി കത്തി വഹിക്കണ്ടെന്ന് വെച്ചു. എന്നെ മനസ്സിലായോ? ചുവന്തങ്കിയുടെ പ്രൊഡ്യൂസർ ജോമോൻ കണ്ടത്തിൽ നമ്മൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുവോ? ഇയാള് ഭാഗ്യവാനല്ലേടോ, ഭാഗ്യവാൻ. മലയാളത്തിന്റെ താരസുന്ദരിയല്ലേ താൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഷാപ്പിട്ട് കളഞ്ഞത്. സത്യത്തിൽ അവളെ നായികയാക്കി ഒരു പടം എടുക്കാനാ ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറുടെ വേഷം കെട്ടിയത് തന്നെ. ലേറ്റായിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതു സ്വത്ത. അവരെ ഇതുപോലെ അഭിനയിക്കാൻ വിടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അടയിരിക്കുന്നത് തോന്നിയാസാണ്. മധുമതി അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇനിയും പടം പിടിക്കും. അതെൻ്റെ ഒരു മോഹ. പറയടോ, അവളെ താൻ ഇനി അഭിനയിപ്പിക്കും. ഇനി ഞാൻ വേറൊരു ഓഫർ തരാം. അവൾ അഭിനയിക്കുന്ന പടം താൻ തന്നെ വേണേ ഡയറക്റ്റ് ചെയ്തു.
കമാൺ. ഇപ്പം എല്ലാവിധ ആർഗ്യുമെൻസിനും ഞാൻ റെഡിയാണ്. ഐ ആം റെഡി. കമാൺ, വാട്ട്സ് എ പ്രോബ്ലം? ടെൽ മീ എവറിത്തിങ് വൺ ബൈ വൺ. But I tell you, this is the one and only day you can argue. Hereafter, no more arguments. I want peace of mind. Come on, speak up! ഇല്ലേ, ഒന്നും പറയാനില്ലേ? Okay, then good night. Don't stare at me like that. അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. Do you know something? ഞാൻ വല്ലപ്പോഴും ഇത്തിരി കുടിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം ഞാൻ കുടിച്ചത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഞാൻ തനിച്ചായിരുന്നപ്പോൾ എനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ അപ്പം സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പോയി. I lost everything. 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 ഹലോ, ഞാൻ മധുമതിയാണ്. ആരെ? മധുമതിയാണ്. അന്നൊരു ദിവസം ഉദയേട്ടന്റെ അനുവാദമില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നു. ഇന്ന് കാലത്ത് അതുപോലെ തന്നെ അവിടുന്ന് പോന്നു. പരസ്പരം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇനി ഇത് വേണ്ട. ഉദയേട്ടൻ ഉദയേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. മധു, it's my fault, not her fault. ആർഭാടത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ഒരു കുടിസ് മുറിയിൽ കൊണ്ടുവന്ന് അടച്ചിട്ടു. നല്ല ഭക്ഷണം കൊടുത്തോ, നല്ല ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തോ, പുറത്തേക്ക് എവിടെയെങ്കിലും വിളിച്ചോണ്ടോ? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ദേവാനുവിനെ തകർത്തിട്ട് കടന്നു കളയാൻ ഞാനൊരാളെ അനുവദിക്കില്ല. റെഡിക്കുലസ്. വാട്ട് ദേവാനു, he can't do anything. തിരക്കഥ മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളൻ രാജപ്പനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഉദയഭാനുവിന് ദൈവം ഓരോരുത്തരെയായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുക. എൻ്റെ ജീവിതം തകർക്കാൻ. എല്ലാം പോയി, സിനിമയും പോയി, കുടുംബവും പോയി. എല്ലാം പോയി, സിനിമയും പോയി, എൻ്റെ കുടുംബം പോയി, അവള് പോയി. ഉദയ വന്നേ, നീ വണ്ടിലോട്ട് കയറി. എല്ലാം പോയി.